ഹലോ ഗൈസ്, എസ്ക്വയർ ലൈഫിൻ്റെ പുതുത്തം വീഡിയോയിലേക്ക് എല്ലാ സൗകര്യങ്ങൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓണക്കാലത്ത് പൂക്കളം കൊണ്ട് എപ്പോഴും എല്ലാ നാട്ടിലും നിറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിന് വേണ്ടി നമ്മൾ തമിഴ്നാടിനൊക്കെയാണ് നമ്മൾ ആശ്രയിക്കല്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി കാര്യങ്ങളെല്ലാം കുറവായതുകൊണ്ട് തമിഴ്നാട്, കർണാടക എന്ന സ്റ്റേറ്റിനെ ആശ്രയിച്ചാണ് നമ്മൾ പൂക്കളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോഴിക്കോട്, നമ്മുടെ പേരാമ്പ്ര, നമ്മളെ ഒരു ഏറെക്കാലമായിട്ട് തരിശായിട്ട് കിടക്കുന്ന ഒരു ഭൂമി നല്ല സ്വർണ്ണ വിപുലമായ ഒരു പൂക്കളം നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മളെ ദമ്പതികളായ ശ്രീധരേട്ടനും ശൈലേജിയാണ് നമ്മളെ പൂക്കളം നിർമ്മിച്ചത്. അവരോട് നമ്മളെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. വാ. ഇപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ആശയത്തിൽ എത്തിയതെന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ശൈലേജ്, എങ്ങനെയാണ് നമ്മുടെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ചെടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി പിന്നെ ഞങ്ങൾക്ക് ഇതങ്ങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. എന്നാൽ ഞാനും ഭർത്താവും കൂടി തീരുമാനിച്ച് നമുക്ക് എന്തായാലും ഈ പൂക്കളം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച് പിന്നെ ഞാൻ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവനിലായിട്ട് ബന്ധപ്പെട്ട് ഞാളെയും കൂട്ടിയിട്ട് എല്ലാം പിന്നെ ഞങ്ങൾക്ക് തൈ എത്തിച്ചേരാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്ന് തൈ വാങ്ങി ഞാനും ഭർത്താവും മക്കളും പിന്നെ അവരെല്ലാം കൂടി തന്ന് ഞാളിത് ചെയ്ത് പിന്നെ ഭയങ്കര സന്തോഷം. ഇനിയും ഇങ്ങനെ തന്നെ കൂടുതലായിട്ട് ഞാൻ രീതിയിൽ ഉണ്ടാക്കും ഞാൻ. അതൊരു തീരുമാനമാണ്. പിന്നെ മെമ്പറേയും കൂടി വിളിച്ചിട്ട് ഞാൻ എല്ലാ സഹായങ്ങളും കൃഷിഭാഗത്തെ അറിയിച്ചിട്ട് ഞാനിത് പൂവിൻ്റെ വിളവെടുപ്പ് എടുക്കാനുള്ള ഏകദേശം എത്ര മാസം എടുത്ത് ഈ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ? പക്ഷെ ഞങ്ങൾക്ക് വൈകിപ്പോയിട്ട് ഈ തൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയിട്ട് ഒരു ജൂണിലാണ് ഇത് തുടങ്ങേണ്ടത്. പക്ഷെങ്കിൽ ഞാൻ ജൂലൈ 5-നൊക്കെ ആയപ്പോഴാണ് ഞാളിത് തൈ കിട്ടിയിട്ട് ഞാൻ തുടങ്ങിയത്. നമുക്കൊരു 3 മാസം കൊണ്ട് വിളവെടുക്കാല്ലേ? ഇപ്പം എന്തായാലും സംഭവം ഉഷാറായി. നമ്മൾ ആദ്യമായിട്ടുള്ളൊരു സംരംഭമല്ലേ, അപ്പം കൂടുതലായിട്ട് ഉഷാറായിട്ട് നമുക്കൊരു ഏക്കർ കണക്കിന് നടത്തണം. ഇതിൽ നല്ല നമ്മളെ കൈവളം എല്ലാം നമ്മൾ അതിനായിട്ട് മണ്ണ് നോക്കുകയും അതിന് കൈവളം തന്നെയാണ്. വളത്തിനെക്കാട്ടും നമ്മൾ അതിൻ്റെ പരിപാലിക്കുക. ഓണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂക്കളം കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാം കേട്ടോ. പട്ടപ്പാറ എന്ന് പറഞ്ഞ പറയുന്നത് പാട്ടെല്ലാം പാടിയോ? ഉഷാറാണ്. പാട്ട് വെക്കുന്ന അപ്പം ഗൈസ്, ഈ മനോഹരമായ പൂന്തോട്ടം കണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു ഓണപ്പാട്ട് കൂടി കേൾക്കാം. ആം ചോദിക്കരുത്.
അപ്പം ഗൈസ് നമ്മുടെ പൂന്തോട്ടം അടിപൊളിയായിട്ട് നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഇപ്പോൾ മെമ്പർ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് വിളവെടുത്തതിന് ശേഷം ഇത് നമ്മുടെ വിപണിയിലെത്താൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെയാണ് എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മാക്സിമം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ നമ്പർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ ബന്ധപ്പെട്ട നമുക്ക് ഇത് അവർക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരുപാട് ആഗ്രഹത്തോടെയാണ് ശൈലേച്ചി ഈ ഒരു കാര്യം പറഞ്ഞ് വന്നത്. അത്രയും വളരെ പ്രയാസപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണ് അവരിത് ഉണ്ടാക്കിയെടുത്തത്. ഈ കാര്യം ഇപ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിൽ പൂവിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കൃഷിയാണ്. നമ്മളെല്ലാവരും പ്രോത്സാഹിക്കുന്നത് നാട്ടുകാരുടെ നമ്മൾ നടക്കുകയാണ്. ഭാവിയിലും അടുത്ത എല്ലാ ഓണത്തിനും വലിയ കൃഷികളൊക്കെ നടത്തി കുറേ കൂടുതൽ പൂക്കൾ ഇതല്ലാണ്ട് നടത്തി നമുക്ക് ഈ പേരാമ്പ്രയിൽ നമ്മളെ ഈ നാട്ടിൽ നിന്നുള്ള പൂ വെച്ച് തന്നെ ഓണപ്പൂക്കളം ഒരുങ്ങാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു.